നമസ്കാരം. കൃഷ്ണാരിമിത്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സവിതയാണ് കേട്ടോ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ശ്രീലകത്ത് ശ്രീ ഗുരുവായൂരപ്പൻ കുഞ്ഞുണ്ണികൃഷ്ണനായിട്ട് രണ്ട് കൈ കൊണ്ടും വെണ്ണ ഇങ്ങനെ വാരി കഴിക്കാൻ പാകത്തിനാണ് നിൽക്കുന്നത്. രണ്ട് കൈയിലും വെണ്ണ പിടിച്ചിട്ടുണ്ട്. എന്താ പറയുക, കക്ഷത്തില് തിരികിയ നിലയിലാണ് ഓടക്കോല് പിടിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള കുഞ്ഞുണ്ണികൃഷ്ണന്റെ കുഞ്ഞു തൃപ്പാദത്തില് അനന്തകോടി നമസ്കാരം പറയുന്നു. ഒപ്പം കൃഷ്ണപാദമനിശം ഹൃദി ഭാവയാമി, ഹരികൃഷ്ണപാദമനിശം ഹൃദി ഭാവയാമി. ഇന്നത്തെ കഥയിലേക്ക് പോവാല്ലേ. ഇന്നലെ ആചാര്യൻ പറഞ്ഞൊരു കഥയാട്ടോ. ഇന്നലെ ഞാൻ ചെന്ന് ഞാൻ വളരെ കുറച്ചു നേരം മാത്രമാണ് ഇപ്പൊ സപ്താഹത്തിൽ പങ്കെടുക്കാൻ എനിക്ക് സാധിക്കണുള്ളൂ. അപ്പൊ ഞാൻ ചെന്ന് നമസ്കരിക്കുന്ന സമയത്ത് നമ്മുടെ സാക്ഷാൽ അയ്യപ്പസ്വാമിയുടെ കലിയുഗ വരദനായിട്ടുള്ള ധർമ്മശാസ്താവിന്റെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മോഹിനി രൂപത്തിൽ വന്നതും മഹാദേവൻ ആകർഷിക്കപ്പെട്ടതും അങ്ങനെ ആ ഭഗവാൻ അമ്മയായി മാറിയതുമായ ഒരു കഥയാണ് കേട്ടോ കേട്ടുകൊണ്ടിരിക്കണേ. അപ്പോ ഒരിക്കൽ ഈ എന്താ പറയാ, ആ അമ്മ കുഞ്ഞിനെ മോഹിനിയായിട്ടുള്ള ഭഗവാൻ ജന്മം കൊടുത്തതാണെങ്കിൽ പോലും 4 തൃക്കൈകളോട് കൂടിയിട്ട് ശ്രീ ഗുരുവായൂരപ്പന്റെ ആ രൂപത്തിലായിരുന്നു കുഞ്ഞു അയ്യപ്പസ്വാമിയെയും പിടിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ അയ്യപ്പസ്വാമിക്ക് അനേകം ആർക്കും ലഭ്യമല്ലാത്ത തരത്തിലുള്ള ഭാഗ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്ന് പറയാറുണ്ട്. നമ്മളെല്ലാവരും ഒരു സ്ത്രീയെയാണ് അമ്മ എന്ന് പറയാ എങ്കിൽ അയ്യപ്പസ്വാമിക്ക് ഒരു പുരുഷന്റെ മുഖത്ത് നോക്കി അമ്മേ എന്ന് വിളിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് അത്രേ. അത് മാത്രല്ല, അയ്യപ്പസ്വാമിയുടെ രൂപവർണ്ണനയൊക്കെ നടത്തുന്നുണ്ടായിരുന്നു കേട്ടോ ആചാര്യൻ. എന്തൊരു ഭംഗിയുള്ള ഗോതമ്പിന്റെ നിറം എന്നൊക്കെ പറയില്ലേ, സ്വർണ്ണവർണ്ണമാണ് അദ്ദേഹത്തിന് എന്നും. അദ്ദേഹത്തിന്റെ ആ തിരുനെറ്റിയില് ഭസ്മം അലങ്കരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ അഗ്രം കൂർത്ത തരത്തിലുള്ള ഗോപിക്കുറി അണിഞ്ഞിട്ടുണ്ട്. രണ്ടും ഉണ്ട് അത്ര അദ്ദേഹത്തിന്. അതേമാതിരി അദ്ദേഹത്തിന്റെ ആ ഒരു തലയിൽ ഒരു ചെറിയ മയിൽപ്പീലി വെച്ചിട്ടുണ്ട് അത്രേ. അപ്പോ ശൈവ വൈഷ്ണവ ഗുണങ്ങളെല്ലാം തന്നെ സമ്മേളിച്ച രൂപത്തിലാണ് കലിയുഗ വരദനായിട്ട് നമ്മുടെ പൊന്ന് അയ്യപ്പസ്വാമി വന്നിരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത് ഒരു ദിവസം ഉണ്ണിയെ എടുത്ത് മടിയിൽ വെച്ചുകൊണ്ട് ഭഗവാൻ ഇരിക്കുന്ന സമയത്ത് ഭഗവാനോട് അദ്ദേഹം പറഞ്ഞു അത്രേ, അമ്മേ എനിക്ക് ഒരു സംശയമുണ്ട്. എല്ലാവരും എന്നോട് ഇപ്പൊ ചോദിക്കണ്ട, പക്ഷെ എനിക്ക് അതിനൊരു ശരിയായ ഉത്തരം പറയാൻ സാധിക്കണില്ല എന്ന്. ഭഗവാൻ അത്ഭുതമായിത്രേ. ഭഗവാൻ പറഞ്ഞു ഇത്രേ, സാക്ഷാൽ ദക്ഷിണാമൂർത്തിയായിട്ടുള്ള മഹാദേവന്റെ അടുത്ത് നിന്ന് വിദ്യ അഭ്യസിച്ചിട്ടുള്ള അങ്ങേക്ക് എന്ത് സംശയം വരാൻ? അങ്ങേക്ക് നിവാരണം ചെയ്യാൻ പറ്റാത്ത ഒരു സംശയവും ഉണ്ടാവില്ലല്ലോ. എന്ത് സംശയമാണോ ചോദിച്ചോളൂന്ന്. അപ്പോ ഞാൻ ജനിച്ചു എന്നറിഞ്ഞ സമയത്ത് എന്നെ കാണാൻ വന്നില്ലേ പലരും, അതിൽ കൂട്ടത്തിൽ ഒരാള് എനിക്കൊരു പട്ട് കൊണ്ടുവന്ന് തന്നത് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു അത്രേ. അപ്പൊ ഭഗവാൻ ഇങ്ങനെ ആലോചിച്ചു, ഉണ്ണികൃഷ്ണന് അല്ലെങ്കിൽ നമ്മുടെ ശ്രീ ഗുരുവായൂരപ്പന് മഹാദേവനും കൂടി സമ്മേളിച്ച ആ സമ്മേളനത്തിന് ശങ്കരനാരായണ രൂപത്തിൽ നിന്നുണ്ടായ കലിയുഗവരദനായ ഉണ്ണി അവിടെ പിറന്നു എന്നറിഞ്ഞ സമയത്ത് സാക്ഷാൽ ബലരാമൻ ഇറങ്ങി ഓടിയിത്രേ. എൻ്റെ അനിയനതാ കുഞ്ഞു പിറക്കുകയാണ്, ഞാൻ കാണാനോടട്ടെ എന്ന്. ഉടനെ ബലരാമസ്വാമിയുടെ ആ ധർമ്മപത്നിയായിട്ടുള്ള രേവതി പിടിച്ചു നിർത്തിയിട്ട് പറഞ്ഞു അത്ര, അങ്ങ് ഇങ്ങനെ ഓടുന്നത്? അനേകം ഉണ്ണികൾ പിറന്നിട്ട് അവരെയൊക്കെ കാണാൻ പോയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് അതങ്ങേക്ക് ഉണ്ടല്ലോ. പണ്ട് ദ്വാരകയില് ഭഗവാൻ അനേകം ഉണ്ണി പിറന്നു. ഓരോ ഉണ്ണിയെ കാണാൻ പോകുമ്പോഴും വല്യച്ഛൻ കൂടെ കണ്ട് അനുഗ്രഹിക്കലുണ്ടല്ലോ. അപ്പോൾ അതേമാതിരി തന്നെ വേണ്ടേ ഇവിടെയും? എന്താ പറഞ്ഞു വരുന്നത് രേവതി എന്ന് ചോദിച്ചപ്പോൾ, ഈ പുതിയ ഉണ്ണി പിറന്നാലേ വെറും കൈയോടെ അങ്ങനെ ഓടിപ്പോവാനൊന്നും പാടില്ല, എന്തെങ്കിലും ഒക്കെ കൊണ്ടുവന്ന് ചെന്ന് കൊടുത്തിട്ട് അങ്ങനെയാ കാണേണ്ടത്. അതാണ് നാട്ടുനടപ്പ് സമ്പ്രദായം എന്നൊക്കെ പറയണത് എന്ന് പറഞ്ഞു. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു ശരിയാണല്ലോ, എന്തെങ്കിലും ആക്കണ്ട. 4 ഭടന്മാരെ ഇങ്ങോട്ട് വിളിച്ചു. അദ്ദേഹത്തിന്റെ ആ ഒരു ശിഷ്യന്മാരെ അല്ലെങ്കിൽ ഭടന്മാരെ വിളിച്ചു. അവർ ഓടി വന്നിട്ട് പറഞ്ഞു, 4 പേരും 10 വീതം പട്ടുകൾ കയ്യിൽ കരുതുക. നല്ല പട്ട് നേരെയാക്കി വെച്ചിട്ടുണ്ട് ബലരാമസ്വാമിക്ക് പാകത്തിന് ഇട്ടു. ആ പട്ട് പുതിയത് തന്നെയുണ്ട്. അത്
4 പേരും 10 10 വീതം അങ്ങോട്ട് കരുതി. ഉണ്ണി പിറന്നു നിറഞ്ഞു ശങ്കരനാരായണന്മാരെ കാണുന്നതിനോടൊപ്പം ഈ അയ്യപ്പസ്വാമിയെയും കണ്ട് അദ്ദേഹം ഈ പട്ട് 40 പട്ട് നേരേക്ക് കൊണ്ടുപോയി കൊടുത്തു അത്രേ. ഇന്നും കലിയുഗവരതനായിട്ടുള്ള അയ്യപ്പസ്വാമിയുടെ വേഷം എന്താന്ന് ചോദിച്ചാൽ നീല നിറത്തിലുള്ള പട്ടാണ്. അത് ആ ബലരാമസ്വാമി സമ്മാനിച്ചതാണ് അത്രേ. അപ്പോൾ ഇതിങ്ങനെ ആലോചിച്ചിട്ട് ഭഗവാൻ പറഞ്ഞു, ഉവ്വ് ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു, ഉണ്ണിയെ കണ്ടു, പട്ടൊക്കെ തന്നൂലോ, ഏട്ടനാണ് വന്നത്. അപ്പോൾ വല്യച്ഛൻ വന്നിട്ടാണ് കണ്ടത് എന്ന് പറഞ്ഞു. ശരിയാണ്, എന്താ പറയുക, ഭഗവാന്റെ ഏട്ടനാണല്ലോ, അപ്പോൾ വല്യച്ഛനാണല്ലോ. വല്യച്ഛൻ വന്ന് എനിക്ക് പട്ട് തന്നു, അങ്ങനെയല്ലേ അങ്ങ് പറയണത്? അതെ, അങ്ങനെ തന്നെയാ പറയണത്. എന്നാലേ ഞാനിപ്പോ ഇവിടെ അമ്മയെന്ന് വിളിക്കണത് ആരെയാ? അങ്ങേയല്ലേ ഞാൻ അമ്മയെന്ന് വിളിക്കണത്. ഈ അമ്മയുടെ സഹോദരനെ ആരെങ്കിലും വല്യച്ഛ എന്ന് വിളിക്കാറുണ്ടോ? അമ്മയുടെ സഹോദരൻ എന്ന് പറഞ്ഞാൽ അമ്മാവനല്ലേ ആവുക. ഇപ്പൊ ഞാനിപ്പോ അദ്ദേഹത്തിനെ വല്യച്ഛ എന്ന് വിളിക്കണോ അതോ അമ്മാവാന്ന് വിളിക്കണോ? ഇതാ ആളുകൾ എന്നോട് വന്ന് സംശയമായിട്ട് ചോദിക്കണത്. ഇതിലിപ്പോ ഞാൻ എന്താ ഒരു മറുപടി കൊടുക്കേണ്ടതെന്ന്. ഭഗവാൻ പൊട്ടി പൊട്ടി ചിരിച്ചു അത്രേ. എന്നിട്ട് ഭഗവാൻ പറഞ്ഞു, ഇതൊക്കെ ഇപ്പൊ എന്തുകൊണ്ടാ സംഭവിക്കണേന്ന് അറിയോ? അങ്ങയ്ക്ക് ഒരു കാര്യമായ ഉത്തരവാദിത്വം നൽകാത്തത് കൊണ്ടാണ് അങ്ങ് ഇത്തരം കൊനിഷ്ഠ ചിന്തകളൊക്കെ ചിന്തിക്കുന്നത് എന്ന് പറഞ്ഞു അത്രേ അദ്ദേഹത്തിനോട്. അങ്ങയ്ക്ക് ഞാൻ ഒരു കാര്യമായ ഉത്തരവാദിത്വം തരാം, ആ ഉത്തരവാദിത്വം നേരേക്ക് വയ്ക്കലാണ് ഇനി മുതൽ അങ്ങയുടെ പണി എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, വിരോധമില്ല, എന്താ അങ്ങ് തരാൻ ഉദ്ദേശിക്കണത് എന്ന്. അപ്പോ ഭാഗവതമായിട്ടോ അല്ലെങ്കിൽ നാരായണീയമായിട്ടോ അല്ലെങ്കിൽ സത്സംഗമായിട്ടോ ഒക്കെ നിരവധി വേദികൾ ഒരുക്കുക എന്നുള്ളതാണ് അങ്ങയുടെ ആ ഒരു ചുമതല എന്ന് പറഞ്ഞു അത്ര അയ്യപ്പസ്വാമിയോട്. അന്ന് മുതലാണ് അത്ര അയ്യപ്പസ്വാമി ഓടി ഓടി നടക്കാൻ തുടങ്ങിയതും ഈ ഭാഗവത സപ്താഹം അല്ലെങ്കിൽ നാരായണീയ സപ്താഹം അല്ലെങ്കിൽ സത്സംഗ വേദികളൊക്കെ ഇത്രയധികം സംഘടിപ്പിക്കാൻ തുടങ്ങിയത്. ഇതിന് ആചാര്യൻ ഒരു ദൃഷ്ടാന്തവും പറയുന്നുണ്ട് കേട്ടോ. അത് വേറൊന്നുമല്ല, ആചാര്യൻ പറഞ്ഞു, ഒരു 80 വയസ്സായ ഒരാളോട് ചോദിച്ചു നോക്കൂ നിങ്ങൾ, അദ്ദേഹത്തിന്റെ തൊട്ടടുത്തുള്ള അമ്പലം, ആ ക്ഷേത്രത്തില് ഇപ്പൊ പുനരുദ്ധാരണമൊക്കെ കഴിഞ്ഞ് വർഷത്തിൽ ഒരു തവണയെങ്കിലും ഒരു ഭാഗവത സപ്താഹം അതല്ലെങ്കിൽ ഒരു നാരായണീയ സപ്താഹം ഗംഭീരമായിട്ട് നടത്തുന്നുണ്ടോ ഇല്ലയോ? ഗംഭീരമായിട്ട് നടത്തുന്നുണ്ട്. അദ്ദേഹത്തിനോട് ചോദിച്ചു നോക്കൂ, അങ്ങ് കുട്ടിയായിരിക്കുമ്പോ എങ്ങനെയാ ഇവിടെ എത്ര കണ്ട് സപ്താഹങ്ങൾ നടന്നിരുന്നു എന്ന് ചോദിക്കാൻ പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാനൊക്കെ കുട്ടിയായിരിക്കുമ്പോ സപ്താഹം കേൾക്കണം എന്ന് വെച്ചാൽ ഗുരുവായൂർക്കോ മറ്റോ പോണ്ടി വരും തന്നെയാ എനിക്ക് തോന്നണേ എന്നത്രേ അദ്ദേഹത്തിന്റെ മറുപടി ഉണ്ടാവുക. എന്താ കാരണം? ഗുരുവായൂരൊക്കെ അന്നും സപ്താഹമൊക്കെ നടന്നിരുന്നു, പക്ഷെ എന്നാൽ എല്ലാ ക്ഷേത്രങ്ങളിലും ഒരു തവണയെങ്കിലും വർഷത്തിൽ ഈ ഭാഗവതമോ അല്ലെങ്കിൽ നാരായണീയമോ സപ്താഹമായിട്ടോ അല്ലെങ്കിൽ നാരായണീയ സമ്പൂർണ്ണ പാരായണങ്ങളായിട്ടോ പ്രഭാഷണങ്ങളായിട്ടോ അതല്ലെങ്കിൽ സത്സംഗങ്ങളായിട്ടോ സംഘടിപ്പിക്കാൻ തുടങ്ങിയത് ഈ കഴിഞ്ഞ അടുത്ത കാലത്ത് തൊട്ടാണത്രേ ഇങ്ങനെ തുടങ്ങിയത്. ഇത്രയും എന്താ പറയുക, വിരളമല്ലാതെ സരളമായ രീതിയിൽ എല്ലായിടത്തും നടക്കുന്ന രീതിയിൽ തുടങ്ങിയത് ഇപ്പോഴാത്രേ. ഇത് നേരെയാക്കി തരുന്നതോ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം കൊണ്ടാണത്രേ. ഗുരുവായൂരപ്പൻ ചുമതലപ്പെടുത്തിയതാണത്രേ അയ്യപ്പസ്വാമിയെ ഈ ഒരു ഉത്തരവാദിത്വം കൊടുത്തിട്ട്. എന്തായാലും അദ്ദേഹത്തിന്റെ പാദത്തിലും കൂടി നമസ്കരിക്കാതെ വയ്യാട്ടോ. ഇത്തരത്തിലുള്ള സത്സംഗങ്ങളൊക്കെ ഇങ്ങനെ നിറയെ കാണാനും കേൾക്കാനും ഒക്കെ സാധിക്കുന്നത് കൊണ്ടാണല്ലോ നമ്മളെ പോലുള്ള ആളുകൾക്ക് ഈ ഉണ്ണികൃഷ്ണൻ ആരാ, ഉണ്ണികൃഷ്ണൻ എന്താ, ഉണ്ണികൃഷ്ണൻ എങ്ങനെയാന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കണത്. എന്നിട്ടും നമുക്കൊക്കെ മനസ്സിലായോ? അതൊട്ടില്ലേനു കേട്ടോ. ഇപ്പോഴും നമുക്ക് ഉണ്ണികൃഷ്ണൻ ആരാന്ന് ചോദിച്ചാൽ അന്ന് ആ ദ്വാപരയുഗത്തിലെ യശോദമ്മയ്ക്ക് വളർത്താൻ കിട്ടിയ ദേവകിയമ്മയുടെ മകനല്ലേ എന്നൊക്കെയാ ചോദിക്കുള്ളൂ. അല്ലാതെ നമ്മുടെ കൃഷ്ണനാണ്, എൻ്റെ ഉണ്ണികൃഷ്ണനാണെന്നൊക്കെ പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഒന്നുകൂടി ഒന്ന് ആലോചിക്കേണ്ടി വരും അല്ലേ? അതോ പ്രത്യേകിച്ച് ഇത്തിരി ഒരു സങ്കടത്തിലിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഉണ്ണികൃഷ്ണൻ ആരാന്ന് ചോദിച്ചാൽ ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഗുരുവായൂരപ്പൻ അല്ലേ, ഗുരുവായൂരുണ്ടാവും, അമ്പലത്തിൽ പോയാൽ കാണാൻ പറ്റും എന്നാവും പറയാലേ. എന്നാൽ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഉണ്ണികൃഷ്ണനാണ്, എൻ്റെ സ്വന്താണ് എന്ന് തന്നെയാണ് കേട്ടോ. അങ്ങനെ പറയാൻ ഓരോരുത്തർക്കും സാധിക്കട്ടെ. അപ്പം ഇന്നാണ് അത്രയും കുഞ്ഞൊരു കഥയേ ഉള്ളൂ. അപ്പം ഇന്നത്തെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ നോക്കാം അല്ലേ.
അപ്പൊ ഇന്നത്തെ ചോദ്യം നോക്കാം. ആദ്യമായിട്ട് സന്ധ്യാശരത്ത് എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. വിശ്വരൂപം കെട്ടിക്കാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് മക്കളെ. മോന് 12 വയസ്സും മോൾക്ക് 9 വയസ്സുമാണ്. അവർക്ക് താല്പര്യക്കുറവുണ്ട്. പക്ഷെ അവർ കണ്ണനെ പ്രാർത്ഥിക്കുകയും നാമം ചൊല്ലുകയൊക്കെ ചെയ്യും. എന്താ ചെയ്യാന്നൊന്ന് പറയൂന്ന്. ഗുരുവായൂരപ്പനോട് തന്നെ പ്രാർത്ഥിച്ചോളൂ. ഒരമ്മയുടെ മോഹം എന്തായാലും ഗുരുവായൂരപ്പൻ തട്ടിക്കളയില്ല. ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കും, മക്കൾക്ക് ഇങ്ങനെ വേഷം കെട്ടി കാണണം എന്ന് ആഗ്രഹം ഉണ്ടെന്ന്. ഒപ്പം മക്കളെ കൃഷ്ണനാട്ടങ്ങളി ഒന്ന് കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കൂ. അത് കാണിച്ചു കൊടുത്ത് അവരോട് പറയൂ, ഇന്ന ഇന്ന വേഷമാണ്, അമ്മയുടെ മോഹാണ് എന്നൊക്കെ പറഞ്ഞാൽ അവർ സമ്മതിക്കാതിരിക്കില്ല എന്നാണ് എനിക്ക് തോന്നണേ കേട്ടോ. ഒരാളെങ്കിലും കൺവിൻസ് ചെയ്യിക്കാൻ സാധിച്ചാൽ അത് കണ്ടാൽ മറ്റാൾ എന്തായാലും സമ്മതിക്കേണ്ടതാണ് അല്ലേ. അവരെ നിർബന്ധിച്ചു കൊണ്ടുവരണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല കേട്ടോ. കുട്ടികളല്ലേ, അവരുടെ ഇഷ്ടക്കുറവോടുകൂടി ചെയ്യുന്നത് ശരിയല്ല. പക്ഷെ എന്നാലും ശ്രമിച്ചു നോക്കൂ, സാധ്യമല്ലാതിരിക്കില്ല എന്നാണ് എനിക്ക് തോന്നണേ. എന്തിനും ഏതിനും നമുക്ക് 12 നമസ്കാരം ഉണ്ടല്ലോ. സന്ധ്യ തന്നെ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് 12 നമസ്കാരം ചെയ്തപ്പോൾ പ്രശ്നങ്ങൾ മാറിയിട്ടുണ്ട് എന്ന്. അപ്പോൾ ഈ കാര്യത്തിന് വേണ്ടിയും കൂടെ അങ്ങനെ തന്നെ ചെയ്തു നോക്കൂ കേട്ടോ. അടുത്തതായിട്ട് കൃഷ്ണനാട്ടം നേർന്നു കഴിഞ്ഞാൽ അവിടെ വന്ന് അറ്റൻഡ് ചെയ്യണം എന്ന് നിർബന്ധമാണോ എന്നാണ് പ്രിൻസി ചോദിച്ചിരിക്കുന്നത്. അറ്റൻഡ് ചെയ്യണം നിർബന്ധം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഏത് വഴിപാടാണെങ്കിലും നമ്മൾ ചെയ്ത് അതിൻ്റെ പ്രസാദം വാങ്ങി നമ്മൾ സ്വീകരിക്കുമ്പോഴാണ് പൂർത്തീകരിക്കാൻ സാധിക്കുക. കൃഷ്ണനാട്ടമാണെങ്കിൽ വന്ന് കണ്ട് തൊഴുത് നമസ്കരിക്കുമ്പോൾ തന്നെയാണ് അത് പൂർണ്ണമാവുക. പക്ഷെ നമ്മുടെ ജീവിത സാഹചര്യം നമ്മളെക്കാൾ മനസ്സിലാവും നമ്മുടെ ഉണ്ണികൃഷ്ണന് എത്രയും പെട്ടെന്ന് വഴിപാട് നടക്കട്ടെ. ഇനി വരുന്ന ദിവസം കൃഷ്ണനാട്ടം കളി കണ്ട് തൊഴുത് നമസ്കരിക്കാൻ പാകത്തിന് വന്നാൽ മതി എന്നാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. അടുത്തതായിട്ട് ജയശ്രീ പ്രദീപ് എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. കഥകൾ നന്നാവുന്നുണ്ട്, ഒരു സംശയം കൂടി പറഞ്ഞു തരണേ. നാരായണീയം ചൊല്ലണമെന്നുണ്ട്. അതിന് ചൊല്ലാൻ ഉദ്ദേശിക്കുന്ന ദശകം യൂട്യൂബിൽ കേൾക്കുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ? സമയക്രമം പാലിക്കണോ? അതോ ശുദ്ധമായിരുന്നാൽ ഏത് സമയത്തും കേൾക്കാമോ? ഏത് ദിക്കിലേക്ക് തിരിഞ്ഞിരുന്നാണ് കേൾക്കേണ്ടത്? അങ്ങനെയൊന്നുമില്ല. സമയക്രമം പാലിക്കണമെന്നില്ല. ദിക്കും ദിശയും ഒന്നും പാലിക്കണം എന്നില്ല. കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് കേട്ടോളൂ, അതല്ലേ എല്ലാവരും പറയാറുള്ളത്. അതുകൊണ്ട് കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് കേട്ടോളൂ. നോക്കൂ, നമ്മുടെ ഉണ്ണികൃഷ്ണന് അങ്ങനെ ഒരു നിയമങ്ങളും ഇല്ല. നിയമങ്ങളില്ലാത്തതാണ് ഭഗവാന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇത് ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്. കേട്ടോളൂ. കേൾക്കുമ്പോഴാണെങ്കിലും നിങ്ങളുടെ ആ ഒരു എന്താ പറയുക ശുദ്ധം അത് പാലിച്ചുകൊണ്ട് കേട്ടോളൂ. ഇനിയിപ്പോൾ ശുദ്ധമില്ലാതിരിക്കുന്ന ഒരാളാണെങ്കിലും കേൾക്കുന്നതിൽ വിരോധമൊന്നുമില്ല കേട്ടോ. ശ്രവണം, കീർത്തനം എന്ന് തുടങ്ങി 9 തരത്തിലുള്ള ഭക്തിഭാവങ്ങളെ കുറിച്ച് പറയാറുണ്ടല്ലോ. അതിലേറ്റവും പ്രധാനം കേൾക്കുക എന്നുള്ളതാണ്. ഈ കേൾക്കുന്നതിന് പ്രത്യേകിച്ച് ഒരു അശുദ്ധിയും നോക്കാനില്ല. കൂടെ ചൊല്ലണമെങ്കിൽ മാത്രം നമ്മൾ ശുദ്ധമായിരിക്കണം എന്ന് വിചാരിച്ചാൽ മതി കേട്ടോ. ഉഷാ വേണു എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട്. സവിത, വ്രതം നോൽക്കുമ്പോൾ നോൺ വെജ് കുക്ക് ചെയ്യുന്നതിൽ കുഴപ്പമുണ്ടോ? കുക്ക് ചെയ്യുള്ളൂ, കഴിക്കില്ല, പ്ലീസ് ഉത്തരം തരണേ എന്ന്. നോക്കൂ, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ പല അമ്മമാർക്കും നേരിടേണ്ടി വരുന്നത് ഇത്തരം പ്രശ്നങ്ങൾ തന്നെയാണ്. നമ്മൾ വ്രതം നോൽക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെയുള്ള ആളുകൾ എല്ലാവരും വ്രതം നോൽക്കണം എന്ന് പറഞ്ഞാൽ നമ്മളെയും കൂടി നോൽക്കണ്ട എന്ന് പറയുന്ന ആൾക്കാരായിരിക്കും കൂടുതലും അല്ലേ. അപ്പോൾ ധൈര്യമായിട്ട് ചെയ്തോളൂ, കുക്ക് ചെയ്തോളൂ, നാമം ചൊല്ലിക്കൊണ്ട് തന്നെ കുക്ക് ചെയ്തോളൂ. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ വ്രതം പാലിച്ചുകൊണ്ടേ ഇരുന്നോളൂ കേട്ടോ. അതേ നമ്മളെ കൊണ്ട് സാധ്യമാവുള്ളൂ എന്ന് വെച്ചാൽ പിന്നെ എന്താ ചെയ്യുക? നമുക്ക് പറഞ്ഞു നോക്കാനല്ലേ പറ്റുള്ളൂ. ഇന്ന ദിവസം തൊട്ട് ഇന്ന ദിവസം വരെ എനിക്ക് വ്രതമാണ്, അതുകൊണ്ട് തന്നെ ഇന്ന കാര്യങ്ങളൊന്നും എനിക്ക് ചെയ്യാൻ സാധിക്കില്ല, അതിനോട് സഹകരിക്കണം എന്ന് നമുക്ക് പറയാം. പക്ഷെ എല്ലാവരും അത് അഡ്ജസ്റ്റ് ചെയ്തോളണം എന്നില്ല. നമ്മുടെ ജീവിത സാഹചര്യത്തിനനുസരിച്ച് ചെയ്യൂ എന്നേ എനിക്ക് പറയാനുള്ളൂ കേട്ടോ. ഞാൻ പറയുമ്പോൾ നോൺ വെജ് കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയും സവിത വെജിറ്റേറിയൻ ആയതുകൊണ്ട് സവിതയ്ക്ക് എന്തും പറയാം. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു നിയമങ്ങളും പറയാനില്ല. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാതിരിക്കുക, നോൺ വെജിറ്റേറിയൻ കഴിക്കാതിരിക്കുക, അയ്യപ്പസ്വാമിയുടെ ശബരിമലയ്ക്ക് പോകുന്ന യാത്രികരെ എങ്ങനെയൊക്കെയാണോ നമ്മൾ യാത്രയാക്കാറുള്ളത് അതുപോലെയൊക്കെ തന്നെ സ്വീകരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ നിയമം. പക്ഷെ നിങ്ങൾക്ക് സാധിക്കുന്ന പോലെ നിങ്ങൾ നോക്കൂ. ഇനിയിപ്പോൾ സാധിക്കില്ല, ഇനിയിപ്പോൾ ഒരാൾ വിചാരിക്കുകയാണ് എനിക്ക് 30 ദിവസമൊന്നും എന്തായാലും വ്രതം നോൽക്കാൻ പറ്റില്ല, പിന്നെ ഞാനെന്തിനാ തുടങ്ങണേ? അങ്ങനെ വിചാരിക്കേ വേണ്ട. ഒരു ദിവസമെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് സാധിച്ചാൽ സാധിച്ചുല്ലോ. അങ്ങനെ വിചാരിച്ചു തുടങ്ങൂ. കൊണ്ട് നടത്തി തരണേ ഗുരുവായൂരപ്പ എന്ന് പ്രാർത്ഥിക്കൂ. ഒരു 3 ദിവസം നോൽക്കാം, അതല്ലെങ്കിൽ ഒരു 7 ദിവസം, അതല്ലെങ്കിൽ ഒരു 12 ദിവസം. ഇങ്ങനെ നിങ്ങളൊന്ന് വിചാരിച്ചാൽ ഗുരുവായൂരപ്പൻ നിങ്ങളുടെ കൂടെ നിൽക്കും, അനുഗ്രഹിക്കുക തന്നെ ചെയ്യൂ കേട്ടോ. നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ചാണത്. സീനിയർ സിറ്റിസൺ ക്യൂവിൻ്റെ നിയമങ്ങൾ പറയാമോ സവിത എന്നാണ് രാജി എന്ന ഭക്ത പറഞ്ഞിരിക്കുന്നത്. സീനിയർ സിറ്റിസന് 60 വയസ്സ് കഴിഞ്ഞാൽ സീനിയർ സിറ്റിസണായി കണക്കാക്കും. എന്നാൽ ചില അമ്മമാർ ഇപ്പോഴും യങ് ലുക്കിംഗ് ആയിട്ട് ഇരിക്കും കേട്ടോ. അവരെ പ്രായമൊന്നും തോന്നില്ല. അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ ID കാർഡ് ചോദിക്കും കേട്ടോ. ID കാർഡിൽ 60 വയസ്സായി എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ്.
രാവിലെ 4:30 മുതൽ 7:30 വരെയാണ് ക്യൂ സംവിധാനം. 4:30ക്ക് തുടങ്ങുന്നേ ഉള്ളൂ, 5 മണി കഴിഞ്ഞിട്ടേ കടത്തി വിടുള്ളൂ. 7:30 വരെയാണ് ക്യൂ സംവിധാനം. വൈകുന്നേരം നട തുറക്കുന്നത് തൊട്ട് 6 മണി വരെയാണ് ആ ക്യൂ സംവിധാനത്തിലേക്കുള്ള പ്രവേശനം അനുവദിക്കുള്ളൂ. ഈ 2 നേരം മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ ഒരു സമയക്രമം പാലിക്കണം എന്ന് നിർബന്ധമാണ്. ഞാൻ സീനിയർ സിറ്റിസൺ അല്ലേ എന്ന് ചോദിച്ചു ഉച്ചയ്ക്ക് ഒരു 11 മണിക്ക് പോയാൽ പറ്റില്ല എന്ന് തന്നെ പറയും. അപ്പോൾ സീനിയർ സിറ്റിസൺ ആണെങ്കിൽ ചെല്ലേണ്ട സമയമുണ്ട്. ആ സമയത്ത് നോക്കൂ, ഒരു കാര്യം ഉറപ്പാ, സീനിയർ സിറ്റിസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ നേരത്തെ എണീക്കുന്നവരാണ് ഒരു 90% സീനിയർ സിറ്റിസൺസും. കാരണം അവർക്ക് ശരിക്കും ഉറക്കമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അവർക്ക് എഴുന്നേൽക്കൽ ഒരു ബുദ്ധിമുട്ടാവില്ല. അപ്പോൾ രാവിലെ വരുന്നതാണ് കുറച്ചുകൂടി തിരക്ക് കൂടുതലുള്ള സമയം. വൈകുന്നേരം ഇപ്പോൾ ഇവിടെ സ്റ്റേ ബാക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ വൈകുന്നേരം ഉണ്ട് കേട്ടോ ക്യൂ സംവിധാനം. 2 നേരവും കണ്ടു തൊഴാം. അടുത്ത രാവിലെ തൊഴുത ആൾക്ക് വൈകുന്നേരം തൊഴാൻ പറ്റില്ല, അനുവദിക്കില്ല, അങ്ങനെ ഇല്ല കേട്ടോ. രാവിലെ തൊഴുതവർക്ക് വൈകുന്നേരം വന്ന് തൊഴാം എന്നർത്ഥം. നമസ്കാരം സവിത, ഞാൻ നാരായണനാമം എഴുതുന്നുണ്ട്, പിന്നെ നാരായണീയം എഴുതുന്നുണ്ട്. ഒരു സംശയം ചോദിക്കാനാണ് കേട്ടോ. നാരായണീയം എഴുതുമ്പോൾ ഒരു ശ്ലോകത്തിലെ ചില വരികൾ അതേ ലൈനിൽ തികയുന്നില്ല. അപ്പോൾ അടുത്ത ലൈനിൽ എഴുതിക്കൂടെ? ഞാൻ കുത്തി നിറച്ച് എഴുതുകയാണ് ചെയ്യാറ്. അതുപോലെ ഒരു ശ്ലോകത്തിലെ കുറച്ച് ഒരു പേജിൽ എഴുതി അടുത്ത പേജിൽ എഴുതി ഇടാമോ എന്നാണ് രാജി സന്തോഷ് എന്ന ഭക്ത ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ എഴുതാം, കുഴപ്പമൊന്നുമില്ല. അടുത്ത ലൈനിലേക്ക് ഇറക്കി എഴുതിയാൽ ഒരു കുഴപ്പമില്ല, അടുത്ത പേജിലേക്ക് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷെ അതിലെ കുത്തും കോമയും വള്ളിയും പുള്ളിയും ഒന്നും തെറ്റിപ്പോകരുത് കേട്ടോ. അതൊക്കെ കൃത്യമായിട്ട് നോക്കിയിട്ട് പാലിച്ചുകൊണ്ട് എഴുതാൻ ശ്രമിക്കൂ. അടുത്തതായിട്ട് കഥ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിയിട്ടാണ് പറഞ്ഞേക്കണേ. നിഷ പി എന്ന ഭക്ത ചോദിച്ചിട്ടുണ്ട്, സവിത, പൂന്താനത്തിന് ശബ്ദം പോയി എന്നിട്ട് ഉണ്ണികൃഷ്ണൻ അദ്ദേഹത്തിന് ശബ്ദം തിരിച്ചു കൊടുത്തു, അങ്ങനെ ഒരു കഥയുണ്ടോ, ഒന്ന് പറഞ്ഞു തരുമോ എന്ന്. പൂന്താനത്തിനല്ല, ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ, നമ്മൾ ചെമ്പൈ സംഗീതോത്സവം എന്ന പേരിൽ ഏകാദശിക്ക് 15 ദിവസം മുമ്പ് ഇവിടെ സംഗീത കച്ചേരി തുടങ്ങാറുണ്ട്. അത് ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ അനുസ്മരണാർത്ഥമാണ് തുടങ്ങിയിരിക്കുന്നത്. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ എന്ന് പറയുന്നത് അത്യുത്തമനായ ഒരു ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഭക്തനായിരുന്നു. അദ്ദേഹം വളരെ സരസനായിരുന്നു, ഭക്തനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വേദികളിൽ നിന്ന് ഒരു വേദികളിലേക്ക് എന്ന് പറഞ്ഞ് ഏത് കലാകാരന്മാർക്കും ഒരു പീക്ക് സ്റ്റേജ് ഉണ്ട്. ഒരു എന്താ പറയുക, നമ്മൾ എടുത്തു നോക്കിയാൽ അറിയാം, കത്തിജ്വലിച്ച് നിൽക്കുന്ന കാലം എന്ന് പറയില്ലേ, അങ്ങനെ കത്തിജ്വലിച്ച് നിൽക്കുന്ന കാലത്ത് ഒരു വേദിയിൽ നിന്ന് ഒരു വേദിയിലേക്ക് എന്ന രീതിയിൽ അദ്ദേഹത്തിന് കച്ചേരിക്ക് ക്ഷണം ലഭിക്കുമായിരുന്നു. എന്നാൽ അദ്ദേഹം ഒരു ഉപാസനയായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു കാര്യമുണ്ട്. ഏകാദശിക്ക് ശ്രീ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ വന്ന് കച്ചേരി അവതരിപ്പിക്കുക എന്നുള്ളത്. അമ്പലത്തിനകത്ത് തന്നെ ഇരുന്നുകൊണ്ട് കച്ചേരി അവതരിപ്പിക്കുക എന്നൊരു സമ്പ്രദായം അദ്ദേഹം പതിവുള്ളതാണ്. പക്ഷെ ഒരു വർഷം അദ്ദേഹത്തിന് ഇവിടെ കച്ചേരി അവതരിപ്പിക്കാൻ വരാൻ സാധിച്ചില്ല. അതായത് ഒരു വേദിയിൽ നിന്ന് അടുത്ത വേദിയിലേക്ക് ക്ഷണം കിട്ടിയപ്പോൾ അദ്ദേഹം വിചാരിച്ചു ഏകാദശിയൊക്കെ കഴിഞ്ഞ് പതുക്കെ തിരക്കൊക്കെ ഒഴിഞ്ഞ് വേറെ ഏതെങ്കിലും സമയത്ത് പോയിട്ട് ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ പാട്ട് പാടാമെന്ന് വിചാരിച്ചു. പക്ഷെ ആ വർഷം അദ്ദേഹം ഏകാദശിക്ക് ഏറ്റിരുന്ന കച്ചേരി അദ്ദേഹത്തിന് പാടി പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. അദ്ദേഹത്തിന് ശബ്ദ സംബന്ധമായ അസുഖം മാതിരി ശബ്ദം പുറത്തേക്ക് വരാതിരുന്നു. എന്നാൽ ഉത്തമനായ ഭക്തനാണ് അദ്ദേഹം എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് പെട്ടെന്ന് കാര്യം മനസ്സിലായി, ഉണ്ണികൃഷ്ണന്റെ കയ്യിൽ നിന്ന് കിട്ടിയ പണിയാണ് അത് എന്ന്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അപ്പം തന്നെ ഭഗവാനോട് പ്രാർത്ഥിച്ചു, എനിക്ക് ഈ ശബ്ദം ഒന്ന് നേരെയാക്കി തരണേ ഉണ്ണികൃഷ്ണ, ഇനി ഈ തെറ്റ് ഞാൻ ആവർത്തിക്കില്ലാതോ. ചികിത്സയിലൂടെ തന്നെയാണ് അദ്ദേഹത്തിന് തിരിച്ച് ശബ്ദം കിട്ടിയത് എങ്കിൽ പോലും അദ്ദേഹത്തിന് ശബ്ദം കിട്ടി അദ്ദേഹം ആദ്യം ഗുരുവായൂരപ്പനെയാണ് വന്ന് കണ്ടത്. അതിനുശേഷം അദ്ദേഹത്തിന് അനേകം വേദികളിൽ നിന്ന് അനേകം തുക ലഭിക്കുമായിരുന്നു, പണം ആയിട്ട് നൽകുമായിരുന്നു. ഈ പണമെല്ലാം കൂട്ടിവെച്ച് ഗുരുവായൂരപ്പന് ഉദയാസ്തമന പൂജ ഷീട്ടാക്കലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉപാസന രീതി. അദ്ദേഹത്തിന് എന്തുകൊണ്ടാണോ ഗുരുവായൂരപ്പൻ ഈ അനുഗ്രഹിച്ചിരിക്കുന്നത്, നാദം അല്ലെങ്കിൽ ശബ്ദം അല്ലെങ്കിൽ സംഗീതം നൽകിയിട്ടാണ് അദ്ദേഹത്തിനെ അനുഗ്രഹിച്ചിരിക്കുന്നത്. ആ സംഗീതത്തിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടുന്ന വരുമാനം ഭഗവാനിലേക്ക് തന്നെയായിരുന്നു അദ്ദേഹം തിരിച്ച് ചിലവഴിച്ചിരുന്നത്. അനേകം ഉദയാസ്തമന പൂജകൾ അദ്ദേഹത്തിൻ്റെ വകയായിട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടന്നിട്ടുണ്ട് എന്ന് ആചാര്യൻ അനുസ്മരിച്ച് കേൾക്കാറുണ്ട് കേട്ടോ. അത് ആർക്കും അധികം സാധ്യമല്ലാത്തൊരു കാര്യം തന്നെയാണ്. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഉദയാസ്തമന പൂജ നേർന്ന ഷീട്ടാക്കിയ ആൾക്കാരൊന്നും ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടാവില്ല. കാരണം 97, 98 കാലഘട്ടത്തിലെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കണേന്ന് പറയുന്നു. എല്ലാവരും ഒന്നും ഇപ്പൊ ജീവനോടെ തന്നെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല, 10-30 വർഷം ആവാറായിണ്ടല്ലോ. അപ്പൊ അവര് ഷീട്ടാക്കി അല്ലെങ്കിൽ അവരിൽ ആരെങ്കിലും നേർന്നത് അവരുടെ
ഡിസെൻഡൻസ് പാരമ്പര്യം അവരുടെ അവകാശികൾ അനന്തരാവകാശികൾ ആരെങ്കിലുമാണ് വന്ന് ഇത് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, അദ്ദേഹത്തിന് തന്നെ ചെയ്യാൻ സാധിച്ചു, അനേകം എണ്ണം ചെയ്യാൻ സാധിച്ചു. അത് ആ കാലഘട്ടമായതുകൊണ്ടാണ്, അല്ലാന്ന് പറയുന്നില്ല. പക്ഷെ എത്ര പേർക്ക് ഉണ്ടാവുമ്പോൾ മനസ്സ് അല്ലേ, വഴിപാട് ചെയ്യാനുള്ള മനസ്സ്. അനേകം പണം കിട്ടിക്കഴിഞ്ഞാൽ ആ പണം നമ്മുടെ ആവശ്യത്തിന് എടുത്തതിന് ശേഷം ബാക്കി വരുന്നുണ്ടെങ്കിൽ ഗുരുവായൂരപ്പന് കൊടുക്കാം എന്നാ കൂടുതൽ പേരും ചിന്തിക്കാം. ഇത് മുഴുവൻ തുകയും ഗുരുവായൂരപ്പന്റെ ഉദയാസ്തമന പൂജയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹം ചിലവഴിച്ചിരുന്നത് എന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇന്ന് അത്രയും ചോദ്യങ്ങളേ ഉള്ളൂ. കൂടുതൽ ചോദ്യങ്ങളും കൂടുതൽ ഉത്തരങ്ങളും കഥകളും ഒക്കെ ആയിട്ട് അടുത്ത ദിവസം നിങ്ങളെ കാണാൻ വരാൻ സാധിക്കട്ടെ. ശ്രീ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ. സർവരോഗ വിനാശന, സർവപാപ വിനാശന, സർവദുഃഖ വിനാശന, സർവസൗഖ്യ പ്രദായക ശ്രീ ഗുരുവായൂരപ്പ ശരണം.